നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിതിൻ രാജിന്റെ മരണത്തിൽ വിശദീകരണവുമായി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ്. നിതിൻ ജീവനൊടുക്കാൻ കാരണം ലോൺ ആപ്പ് ഭീഷണിയെന്ന് വിശദീകരണം. ലോൺ എടുത്തത് സഹോദരി ഭർത്താവ് അശോകന് വേണ്ടിയെന്ന് നിതിൻ പറഞ്ഞിരുന്നുവെന്ന് കോളേജ് അധികൃതർ. ലോൺ ആപ്പിൽ മാതാപിതാക്കളാണ് നോമിനികളെന്ന് അച്ഛൻ രാജൻ. വെച്ചിരിക്കുന്ന മാതാവിനെയും പിതാവിനെയും തന്നെയാണ്. ലോൺ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങിയ സാഹചര്യത്തിലൊക്കെ അവിടെ നിന്ന് വിളികൾ വരുന്നതാണ്. കുറ്റക്കാരവർക്കെതിരെ നടപടി വേണമെന്ന് സമഗ്രമായി അന്വേഷിക്കുന്നത്. അതുപോലെ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നടത്തിയ ആ വീഡിയോ കറക്റ്റ് ആയിട്ടില്ല. കാരണം മാധ്യമങ്ങളിലൊക്കെ അവർ ചലിക്കുന്ന പാവയെ പോലെയൊക്കെയാണ് കാണിക്കുന്നത്. കാരണം എല്ലാം വാൽപ്പാറ അപകടത്തിൽ മരിച്ച അധ്യാപകരുടെ കുടുംബത്തിന് നിയമപ്രകാരമുള്ള എല്ലാ സഹായവും നൽകുമെന്ന് മന്ത്രി ശിവൻകുട്ടി. മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. സ്കൂളിന്റെ പ്രവർത്തനം തുടരാൻ അധ്യാപകരെ നിയമിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി. പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി പ്രതിപക്ഷം. പ്രസംഗം പെരുമാറ്റച്ചട്ടലംഘനമെന്ന് പരാതി. വനിതാ ബിൽ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് BJP. ഹോർമുസിലെ ഇറാന്റെ കപ്പൽ ആക്രമണത്തിൽ കടുത്ത പ്രതിഷേധത്തിൽ ഇന്ത്യ. കപ്പലുകൾ ആക്രമിക്കുമെന്ന് ആവർത്തിച്ച് ഇറാൻ. US സമുദ്ര ഉപരോധം അവസാനിപ്പിക്കാതെ കപ്പലുകൾ കടത്തിവിടില്ലെന്ന് നിലപാട്. ഇന്ത്യൻ കപ്പൽ ആക്രമിക്കപ്പെട്ടതോടെ പിന്മാറി മറ്റ് ടാങ്കറുകൾ. സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുന്നു. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് കടന്നേക്കുമെന്ന് മുന്നറിയിപ്പ്. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒഴിവാക്കുവാനുള്ള തീവ്ര ശ്രമത്തിലെന്നും മന്ത്രി. തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമത്തിൽ പങ്കെടുത്ത സന്യാസി ശ്രേഷ്ഠരും തന്ത്രി മുഖ്യരും സാമുദായിക സംഘടനാ നേതാക്കളും. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജ നടന്നു. ഹിന്ദു മഹാസംഗമത്തിന് ഇന്ന് സമാപനം. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രണ്ടാം മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. നിതിൻ രാജിന്റെ മരണത്തിന് പിന്നിൽ ലോൺ ആപ്പ് ഭീഷണിയെന്ന് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് മാനേജ്മെന്റ്. ജാതി വിവേചന ആരോപണം തെറ്റെന്ന് മാനേജ്മെന്റ് MD അദ്നാൻ പ്രതികരിച്ചു. നിതിൻ ലോൺ എടുത്തത് സഹോദരി ഭർത്താവിന് വേണ്ടിയെന്നും അധികൃതർ വിശദീകരിച്ചു. അതേസമയം ആരോപണം കുടുംബം നിഷേധിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ വിശദീകരണവുമായി കോളേജ് മാനേജ്മെന്റ്. ആത്മഹത്യയ്ക്ക് പിന്നിൽ ലോൺ ആപ്പിന്റെ ഭീഷണിയെന്നും ജാതി വിവേചനമല്ലെന്നും വിശദീകരണം. അധ്യാപികയുടെ നമ്പർ റഫറൻസ് നമ്പറിൽ നിന്നും മാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ നമ്പർ നൽകിയിട്ടില്ലെന്ന് നിതിൻ രാജ് ആവർത്തിക്കുകയായിരുന്നുവെന്നും അധികൃതർ പറയുന്നു. അധ്യാപിക സൈബർ സെല്ലിൽ പരാതി നൽകുമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് നിതിൻ ആത്മഹത്യ ചെയ്തതെന്നാണ് വിശദീകരണം. നിതിൻ രാജിന്റെ സഹോദരി ഭർത്താവായ അശോകന് വേണ്ടിയാണ് ലോൺ എടുത്തതെന്നും വിശദീകരണത്തിലുണ്ട്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച് കുടുംബം രംഗത്തെത്തി. നിതിൻ എടുത്ത ലോൺ ആപ്പിൽ നോമിനികളായി നൽകിയിരിക്കുന്നത് മാതാപിതാക്കളായ ലതയുടെയും രാജന്റെയും പേരുകളാണ്. ചക്കരക്കൽ CI ഇത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും നിതിന്റെ പിതാവ് രാജൻ വ്യക്തമാക്കി. നോമിനികൾ മാതാപിതാക്കളായിരിക്കെ എങ്ങനെയാണ് അധ്യാപകർക്ക് ലോൺ ആപ്പിൽ നിന്നും സന്ദേശങ്ങൾ ലഭിച്ചതെന്ന ചോദ്യമാണ് കുടുംബം ഉയർത്തുന്നത്. ലോണിൻ്റെ നോമിനികളായി വെച്ചിരിക്കുന്ന മാതാവിനെയും പിതാവിനെയും തന്നെയാണ്. ലോൺ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങിയ സാഹചര്യത്തിലൊക്കെ അവിടെ നിന്ന് വിളികൾ വരുന്നതാണ്. കുറ്റക്കാരവർക്കെതിരെ നടപടി വേണമെന്ന് സമഗ്രമായി അന്വേഷിക്കുന്നത്. അതുപോലെ മരണത്തിൽ ദുരൂഹതയുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ജാതി അധിക്ഷേപം നടന്നിട്ടുണ്ടെന്നും ലോൺ ആപ്പല്ല മരണകാരണമെന്നും സഹോദരി ഭർത്താവ് അശോകൻ പറഞ്ഞു. ലോൺ തനിക്ക് വേണ്ടി എടുത്തു എന്ന വാദം തെറ്റാണെന്നും അദ്ദേഹം പറയുന്നു. പിന്നെ ഈ ലോൺ ആപ്പിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ ലോൺ ആപ്പിൽ തീർക്കാൻ നോക്കുന്നത് അത് ശരിയായ രീതിയല്ല. കാരണം ലോൺ ആപ്പ് വിഷയമല്ല അവൻ്റെ മരണകാരണം. ലോൺ ആപ്പിൽ തുടങ്ങി ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് തുടങ്ങിയിട്ട്
ഈ വന്നിരിക്കുന്ന 2 CCTV ദൃശ്യങ്ങളുണ്ടല്ലോ, രാത്രിയും രാവിലെയായിട്ട് വന്ന അതിൻ്റെ പിറ്റേ ദിവസം രാവിലെയായിട്ട് വന്നിരിക്കുന്ന വാർത്തകളിൽ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് അവിടെ പ്രിൻസിപ്പൽ നല്ല രീതിയിൽ അതുമായി ബന്ധപ്പെടുത്തി കണക്ട് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ലോൺ ആപ്പിനെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്ന ആശങ്ക കുടുംബത്തിന് ആദ്യം മുതൽക്കുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വാൽപ്പാറ അപകടത്തിൽ 9 പേരുടെ മരണം അതീവ ദുഃഖകരമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂളിനെ മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റിയവരാണ് മരിച്ച അധ്യാപകർ. നിയമപ്രകാരമുള്ള എല്ലാ സഹായവും കുടുംബത്തിന് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സ്കൂളിൻ്റെ പ്രവർത്തനം തടസ്സമില്ലാതെ തുടരും. അധ്യാപകരെ നിയമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ദുരന്തം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുവാൻ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഏർപ്പെടുത്തും. സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ കൗൺസിലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് വേണ്ട സഹായങ്ങൾ ഉറപ്പാക്കും. ഇവരെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ആകുന്ന ഘട്ടത്തിൽ അത് നടപ്പിലാക്കും. ഈ വിഷമഘട്ടത്തിൽ വിദ്യാലയത്തിനും കുടുംബാംഗങ്ങൾക്കൊപ്പം സർക്കാർ പൂർണ്ണമായി നിലകൊള്ളും. ഇന്ന് രാവിലെ ജില്ലാ കളക്ടറുമായി സംസാരിച്ചിരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായത്തിനുള്ള റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി തിങ്കളാഴ്ച സമർപ്പിക്കുന്നതാണ്. തിരുവനന്തപുരം നഗരസഭ പരിതാപകരമായ അവസ്ഥയിലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 40 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മാലിന്യ പ്രതിസന്ധിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനുള്ളതെന്നും വി ശിവൻകുട്ടി വിമർശിച്ചു. എന്തുകൊണ്ട് ഈ 40 ദിവസത്തിനകം ബ്ലൂ പ്രിന്റ് ഹാജരാക്കുമെന്ന് പറയും? എവിടെ ഹാജരാക്കി? പ്രധാനമന്ത്രി ഇവിടെ ഒന്ന് പ്രഖ്യാപിക്കുമെന്ന് പറയും. എന്തെങ്കിലും പ്രഖ്യാപിച്ചോ? ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ അധികാരം എന്നാണ് ചോദിക്കുന്നത്. സിറ്റി മുഴുവൻ ഇന്ന് ഗാർബേജ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം സത്യമാണ്. എല്ലാ പത്രങ്ങളിലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യത കൊടുത്തിട്ടുണ്ട്. അതിന് പരിഹാരം അല്ലേ ചെയ്യേണ്ടത്? അതുപോലെ ഈ ഉഷ്ണകാലഘട്ടത്തിൽ കോർപ്പറേഷൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊക്കെ മേയറായിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുടിവെള്ളം അടക്കം പബ്ലിക് പ്ലേസിൽ വെക്കേണ്ടതാണ്. ഞാൻ മേയറായിരുന്നു വെച്ചിട്ടുണ്ട്. വനിതാ സംവരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് ആക്ഷേപം. ഇക്കാര്യം ഉന്നയിച്ച് കോൺഗ്രസ് പരാതി നൽകി. സംവരണ ബിൽ പാസ്സാകാത്തതിൽ രാജ്യത്തെ സ്ത്രീകളോട് മാപ്പ് ചോദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. മണ്ഡലം പുനർനിർണയത്തോടെ തന്നെ വനിതാ സംവരണം നടപ്പാകുമെന്ന് BJP ആവർത്തിച്ചു. ദൂരദർശനിലൂടെ നടത്തിയ പ്രസംഗത്തിൽ സംവരണ ബിൽ പാസ്സാകാത്തതിൽ രാജ്യത്തെ സ്ത്രീകളോട് മാപ്പ് ചോദിച്ച പ്രധാനമന്ത്രി കോൺഗ്രസ്, DMK, തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. പ്രധാനമന്ത്രി ഔദ്യോഗിക പ്രസംഗം രാഷ്ട്രീയ ലാഭത്തിനായി ദുരുപയോഗം ചെയ്തുവെന്നും പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്തിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ വിമർശിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ബില്ല് പരാജയപ്പെട്ടത് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ആയുധമാക്കുകയാണ് BJP. രാജ്യത്തിന്റെ പെൺകുട്ടികൾ കൂടുതലായി രാഷ്ട്രീയത്തിലെത്തുന്നത് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ആഗ്രഹിക്കുന്നില്ലെന്ന് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 2029ഓടെ വനിതകൾക്ക് 33% സംവരണം ഉറപ്പാക്കാനാണ് മോദി സർക്കാർ ശ്രമിച്ചത്. എന്നാൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഗൂഢാലോചന നടത്തി സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവകാശം ഇല്ലാതാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 33% आरक्षण मिले, मोदी ने ये सुनिश्चित किया। बंगाल की बहनें चाहती थी कि ये 2029 से ही लागू हो। मोदी ने इसके लिए भी प्रयास किया, लेकिन TMC नहीं चाहती थी। വനിതാ സംവരണ ബിൽ പരാജയപ്പെടുത്തിയതിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ രാജ്യത്തുടനീളം സ്ത്രീകളെ അണിനിരത്തി BJP പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു. മണ്ഡല പുനർനിർണയത്തോടെ തന്നെ രാജ്യത്ത് വനിതാ സംവരണം നടപ്പാക്കുമെന്നും BJP നേതാക്കൾ വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പിടിമുറുക്കി. കടലിടുക്ക് കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന നിലപാടിലാണ് ഇറാൻ. ഹോർമുസ് അടച്ചതോടെ അമേരിക്കയുമായുള്ള സമാധാന കരാറിൽ നിന്നും അകലെയാണെന്നും ഇറാൻ വ്യക്തമാക്കി.
പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. US നാവിക ഉപരോധം അവസാനിപ്പിക്കാതെ ഹോർമൂസ് തുറക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ. ഉപരോധം പിൻവലിക്കും വരെ ഒരു കപ്പലും ഹോർമൂസ് കടക്കില്ലെന്നും ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കി. അമേരിക്ക ഉപരോധം തുടരുന്നത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. US-ഉമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും സമാധാന കരാറിൽ നിന്ന് വളരെ അകലെയാണെന്ന് ഇറാൻ പാർലമെന്ററി സ്പീക്കർ വ്യക്തമാക്കി. അമേരിക്കയെ വിശ്വാസമില്ലെന്നും ഏതു നിമിഷവും അമേരിക്ക ആക്രമിക്കുമെന്ന് ഭയക്കുന്നതായും ഇറാൻ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും ഒരു സമാധാന കരാർ ഉണ്ടാകുന്നതുവരെ ഇറാനിയൻ തുറമുഖങ്ങൾക്കുള്ള ഉപരോധം തുടരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാനുമായി ചർച്ച നടക്കുന്നുണ്ടെന്നും ട്രംപ് പ്രതികരിച്ചു. അതേസമയം ഹോർമൂസ് കടലിടുക്ക് കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് പ്രത്യേക ഫീസ് ഈടാക്കുമെന്ന നിലപാടിലാണ് ഇറാൻ. സുരക്ഷാ സംരക്ഷണ സേവനങ്ങൾക്കായി നിശ്ചയിച്ചിട്ടുള്ള തുക നൽകുന്ന കപ്പലുകൾക്ക് മാത്രമേ ഇനി മുതൽ കടലിടുക്കിലൂടെ മുൻഗണനാടിസ്ഥാനത്തിൽ കടന്നുപോകാൻ അനുമതി നൽകൂ എന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായതോടെ നിരവധി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് അമൃത TV. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നാളെ മുതൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ മാസം അവസാനത്തോടെ വിവിധ ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലാണെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 6033 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇന്നലെ ഉപയോഗിച്ചത്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒഴിവാക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ്. AC ഫാൻ ഉപയോഗം കൂടിയതും ഗ്യാസ് ഇല്ലാത്തതിനാൽ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗം വർദ്ധിച്ചതുമാണ് വൈദ്യുതി ഉപയോഗം വർദ്ധിക്കാൻ പ്രധാന കാരണമെന്നും മന്ത്രി പറഞ്ഞു. ഈ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും സംസ്ഥാനത്ത് പവർ കട്ടോ ലോഡ് ഷെഡോ ഏർപ്പെടുത്താതെ മുന്നോട്ട് പോകാനുള്ള നടപടികളായി മുന്നോട്ട് പോവുകയാണ് KECB. ചൂട് കൂടുതലായതിനാൽ ഓരോ ദിവസവും വൈദ്യുതിയുടെ ആവശ്യകതയിൽ 50 മെഗാവാട്ടോളം വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഉയർന്ന വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിനായി മറ്റ് സംസ്ഥാനങ്ങളുമായി ഏർപ്പെട്ടിരുന്ന പവർ ബാങ്കിംഗ് അറേഞ്ച്മെൻറ്റിൽ 200 മെഗാവാട്ടിൻ്റെ കുറവ് 16-ാം തീയതി മുതൽ ഉണ്ടായി. മറ്റ് 200 മെഗാവാട്ടിൻ്റെ കുറവ് 20-ാം തീയതി മുതലും വീണ്ടും ഒരു 200 മെഗാവാട്ടിൻ്റെ കുറവ് 26 മുതൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിലനിൽക്കുന്ന ഉയർന്ന താപനില ഈ മാസം 26-ാം തീയതി വരെ തുടരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കൂടാതെ മെയ് മാസത്തിലും ഏകദേശം ഒരാഴ്ചയോളം ഉയർന്ന താപനില ഉണ്ടാകുമെന്നാണ് സൂചന ലഭിച്ചിട്ടുള്ളത്. പവർ എക്സ്ചേഞ്ചിൽ നിന്നും കൂടിയ അളവിൽ വൈദ്യുതി ലഭ്യമാക്കുന്നത് ബുദ്ധിമുട്ടായതിനാൽ ദീർഘകാല കോൺട്രാക്ട് ഏർപ്പെടാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദം KECB ചോദിച്ചിട്ടുണ്ട്. 22-ാം തീയതിയിലെ പൊതുതെളിവെടുപ്പിന് ശേഷം ഈ അനുമതി ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അത് കിട്ടിയാൽ നമുക്ക് വലിയ പ്രശ്നം വരില്ല. അങ്ങനെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണങ്ങളില്ലാതെ മുന്നോട്ട് പോകാനുള്ള പരിശ്രമങ്ങളാണ് നടത്തി വരുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ ആധ്യാത്മിക പ്രൗഢിയെ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ തൃശ്ശൂർ നീരാഞ്ജലി ഓഡിറ്റോറിയത്തിൽ തൃശ്ശൂർ പൂരം ഹിന്ദു മഹാസംഗമം സംഘടിപ്പിച്ചു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണ അമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജയും നടന്നു. സന്യാസി ശ്രേഷ്ഠരും തന്ത്രി മുഖ്യരും സാമുദായിക സംഘടനാ നേതാക്കളും ക്ഷേത്രം ഭാരവാഹികളും സംഗമത്തിൽ പങ്കെടുത്തു. തൃശ്ശൂർ പൂരത്തിന്റെ ആധ്യാത്മിക പ്രൗഢി കാത്തുസൂക്ഷിക്കുന്നതിനും വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനും വേണ്ടി പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ വിഭാവനം ചെയ്യപ്പെട്ട തൃശ്ശൂർ പൂരം ഹിന്ദു മഹാസംഗമം 2ാം വർഷമാണ് തൃശ്ശൂരിൽ സംഘടിപ്പിക്കുന്നത്. പാഞ്ചജന്യം ഹിന്ദു ജാഗരൺ സമിതിയുടെയും സന്യാസി സമൂഹത്തിന്റെയും നേതൃത്വത്തിൽ നീരാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സന്യാസി ശ്രേഷ്ഠരും തന്ത്രിമുഖ്യരും സാമുദായിക സംഘടനാ നേതാക്കളും ക്ഷേത്രം ഭാരവാഹികളും പങ്കെടുത്തു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജയും നടന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണ് തൃശ്ശൂർ പൂരമെന്നും സനാതനധർമ്മത്തിന്റെ മഹത്വം വിളംബരം ചെയ്യുന്ന ഈ ഉത്സവം പുതിയ തലമുറയിലേക്ക് എത്തിക്കാനും മനസ്സിലാക്കുവാനും ഇത്തരം ഹിന്ദു മഹാസംഗമങ്ങൾ സഹായിക്കുമെന്നും മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ ഭാഷണത്തിൽ പറഞ്ഞു. ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണ് ഇവിടെ നടക്കാൻ പോകുന്ന തൃശ്ശൂർ പൂരം. അത് കാണാൻ ജാതി മത ചിന്തയില്ലാതെ അനേക ലക്ഷങ്ങൾ ഒരുമിക്കുന്ന ഈ അത്ഭുതം കാണാൻ
വിദേശ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ എത്താറുണ്ട്. അങ്ങനെയുള്ള ഈ സ്ഥലത്ത് സനാതന ധർമ്മത്തിന്റെ മഹത്വം വിളംബരം ചെയ്യുന്ന ഈ ഉത്സവം, അതിന്റെ തത്വങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഇതേപോലുള്ള വേദികൾ ഉണ്ടാവുമ്പോഴാണ് മനസ്സിലാവുക. കവിയും എഴുത്തുകാരനുമായ പ്രൊഫസർ വി മധുസൂദനൻ നായർ സംഗമം ഉദ്ഘാടനം ചെയ്തു. സന്യാസി സംഗമവും യതിപൂജയും മാതൃപൂജയും ഗുരുവന്ദനവും പൂരവിചാരം എന്ന സംവാദവും സംഗമത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി, തൃശൂർ ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി നന്ദാത്മജാനന്ദ തുടങ്ങി നിരവധി സന്യാസി ശ്രേഷ്ഠർ സംഗമത്തിന്റെ ഭാഗമായി. അമൃത ന്യൂസ്, തൃശൂർ. ട്രിവാൻഡ്രം ക്ലബിന് മുമ്പിലെ വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിൽ മണിയമ്പിള്ള രാജു മദ്യപിച്ചിരുന്നില്ല എന്ന് പോലീസ് റിപ്പോർട്ട്. കെമിക്കൽ ലാബിൽ നിന്നുള്ള ഫലത്തിലാണ് മദ്യപിച്ചിട്ടില്ല എന്ന് കണ്ടെത്തൽ. മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന കുറ്റം ഒഴിവാക്കി കോടതിയെ സമീപിച്ചാണ് കുറ്റം ഒഴിവാക്കിയത്. മുഖ്യമന്ത്രി ചർച്ചകൾ മെയ് 4 ശേഷമെന്ന് കെ മുരളീധരൻ. 24 മണിക്കൂറിനകം തീരുമാനമെടുക്കേണ്ട കാര്യമല്ലല്ലോ എന്നും തെരഞ്ഞെടുക്കുന്ന ആൾ 5 വർഷം ഭരിക്കുമെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. 18 ദിവസമുണ്ട് ഇലക്ഷൻ റിസൾട്ട് വരാൻ. പിണറായി വിജയന് മെയ് 28 തീയതി വരെ കാലാവധിയുണ്ട്. അപ്പം 4 തീയതി മുതൽ ഈ കാര്യങ്ങൾ ആലോചിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ വേണമെങ്കിൽ നിയോജകമണ്ഡലങ്ങളൊക്കെ ഒന്ന് കറങ്ങാം, വിശ്രമം എടുക്കേണ്ടവർക്ക് അതെടുക്കാം. ബാക്കി കാര്യം നമുക്ക് 4 തീയതി കഴിഞ്ഞിട്ട് ആലോചിക്കാം. അല്ല, ഞാൻ പറയാം, പാർലമെൻ്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ MLA-മാരോട് മാത്രമല്ല MP-മാരുടെ അഭിപ്രായം ചോദിക്കും 4 തീയതി കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് പറയാലോ. എൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിലും ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ മുമ്പിൽ അന്ന് പറയാം. 4 തീയതിക്ക് ശേഷം എത്ര സീറ്റ് കിട്ടും, UDF-ൻ്റെ എത്ര മെമ്പർമാർ ജയിച്ചു വരും, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കാൻ ധാരാളം സമയമുണ്ട്. അതായത് ഇത്ര വല്ലാതെ ടെൻഷനിൽ 24 മണിക്കൂർ കൊണ്ട് തീരുമാനം എടുക്കേണ്ട വിഷയമൊന്നും ഇല്ലല്ലോ. കെ രാജനെതിരെ പരിഹാസവുമായി ചാണ്ടി ഉമ്മൻ. പുതിയൊരു ബിൽഡിംഗ് പണിക്കാരനെ കിട്ടി, വിള്ളലില്ലാതെ വീട് പണിയാൻ പറ്റിയ ആളെ തൃശ്ശൂരിൽ നിന്നും തന്നെ കിട്ടിയതിൽ സന്തോഷം. ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളത്തിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകുന്നു. രാഹുൽ ഗാന്ധി പറയുന്ന ആൾ മുഖ്യമന്ത്രിയാകുമെന്നും ചാണ്ടി ഉമ്മൻ തൃശ്ശൂരിൽ പ്രതികരിച്ചു. പുതിയൊരു മന്ത്രിയല്ലേ, പുതിയൊരു ബിൽഡിംഗ് പണിക്കാരനെ കിട്ടിയെന്ന് ഞങ്ങൾക്കെല്ലാം തോന്നുന്നു. കാരണം കൃത്യമായി വീടിൻ്റെ പ്രശ്നങ്ങൾ, അതിന് യാതൊരു വിള്ളലും ഇല്ല എന്ന് രേഖപ്പെടുത്താൻ പറ്റിയ കൃത്യമായ ഒരു തൃശ്ശൂരുകാരനായ ഒരാളെ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ഞങ്ങളാരും പറഞ്ഞതല്ല, ആ വീട്ടുകാരൻ പറഞ്ഞു ഇവിടെ വിള്ളലുണ്ട്. അത് ഊരാലുങ്കലിലെ ആൾക്കാർ വന്ന് മാർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇവർ തമ്മിൽ നേരത്തെ ഒത്തിട്ടുള്ള പരിപാടിയാണ്. ഏതാ ഇത് മാർക്ക് ചെയ്ത് വെക്കുമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചു, മാർക്ക് ചെയ്ത് വെച്ചു, എന്നിട്ട് വന്ന് വായിച്ചു കളഞ്ഞു. അതല്ലേ യാഥാർത്ഥ്യം. ഇതിനിപ്പം വീട്ടുകാർ പറഞ്ഞ കാര്യം ഞാൻ പറയുന്നുണ്ട്. ഞങ്ങളാരും പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കാണാത്ത കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ വീട്ടുകാരെ പറഞ്ഞ് ഞാൻ കേട്ടു. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, വലിയൊരു ദുരന്തത്തിൽ നിന്ന് കേരളം കരയേറി വന്നു എന്ന് വിശ്വസിക്കുന്നു. KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുലിനെതിരെ കേസ്. ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരത്തിൽ സ്പർശിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് കേസ്. വിവാഹ വാഗ്ദാനം നൽകി പണം വാങ്ങി വഞ്ചിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. മുൻ KSU പ്രവർത്തകയാണ് പരാതിക്കാരി. നിയന്ത്രണ നഷ്ടമായ കാർ ഇടിച്ചു തെറിപ്പിച്ചത് 5ലധികം വാഹനങ്ങളെ. തിരുവനന്തപുരം വഴുതക്കാട് ജംഗ്ഷനിലാണ് അപകട പരമ്പര അരങ്ങേറിയത്. നിരവധി ആളുകൾക്ക് അപകടത്തിൽ പരിക്കേറ്റു. പാൽക്കുളങ്ങര സ്വദേശി കൃഷ്ണകുമാർ ഓടിച്ച വാഹനമാണ് അപകടം ഉണ്ടാക്കിയത്. ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. മദ്യലഹരിയിലല്ല വാഹനം ഓടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ആദ്യത്തെ വാഹനത്തിൽ ഇടിച്ചപ്പോൾ ഉണ്ടായ പരിഭ്രാന്തിയിലാണ് തുടർ അപകടങ്ങൾ ഉണ്ടായതെന്നാണ് പോലീസ് ഭാഷ്യം. പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവേകി അക്ഷയ തൃതീയ ദിനം. സ്വർണ്ണ വിലയിൽ വർധനവുണ്ടായെങ്കിലും ജുവലറികളിൽ ഇന്ന് സ്വർണം വാങ്ങുവാൻ ആളുകളെത്തി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സ്വർണ്ണ വിലയിൽ 55% വർധനവാണ് ഈ വർഷം സ്വർണത്തിന് ഉണ്ടായത്. രാജ്യത്ത് പ്രതിദിന സ്വർണ്ണ വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന ദിവസമാണ് അക്ഷയ തൃതീയ. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3ാമത്തെ തിഥിയാണ് അക്ഷയ തൃതീയ എന്ന് അറിയപ്പെടുന്നത്. സ്വർണം വാങ്ങാൻ ഏറ്റവും മികച്ച ദിനമായി വിശ്വസിക്കപ്പെടുന്നതും ഈ ദിവസമാണ്. അക്ഷയ തൃതീയയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് നിരവധി ആളുകളാണ് സ്വർണം വാങ്ങുവാൻ ജ്വല്ലറികളിൽ എത്തുന്നത്. അക്ഷയ തൃതീയയുടെ അന്ന് ഞങ്ങളുടെ കൊച്ചുമോക്ക് കാതുകുത്താനായിട്ട് വന്നതാണ്. അത് ഐശ്വര്യം കിട്ടും എന്നുള്ളതിൽ വന്നത്. ഇന്ന് തന്നെ വന്നത് തന്നെയാണ്. നേരത്തെ ഞങ്ങൾ വന്ന് പോയിരുന്നാണ്. പിന്നെ ഇന്നത്തേക്ക് തന്നെ വെച്ചാണത്. ഇന്ന് നല്ല ദിവസം നോക്കി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ. സ്വർണ്ണവിലയിൽ വർധനവ് തുടരുന്നതിനിടെയാണ് ഇത്തവണത്തെ അക്ഷയ തൃതീയ ആഘോഷം. വില വർധനവുണ്ടെങ്കിലും
പതിവ് പോലെ ഇന്നും മികച്ച വ്യാപാരം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്വർണ്ണ വ്യാപാരികൾ. നമുക്ക് നല്ലൊരു സെയിലാണ് ഈ തവണ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ കുറേ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കീം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആൾക്കാർക്ക് ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിനുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റേറ്റ് ഇങ്ങനെ കൂടിയും കുറഞ്ഞും നിൽക്കുന്നതുകൊണ്ടൊരു ഇതാണ്. റേറ്റ് സ്റ്റഡി അല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും അക്ഷയ തൃതീയ ഞങ്ങൾ നല്ല രീതിയിൽ നല്ലൊരു ബിസിനസ് സെയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 55% സ്വർണ്ണവില ഉയർന്നത്. 2025 അക്ഷയ തൃതീയ ദിനത്തിൽ പവന് 71,840 രൂപയായിരുന്നു സ്വർണ്ണവില. ഇന്ന് 24 കാരറ്റ് സ്വർണത്തിന് പവന് 1,24,624 രൂപയാണ്. അമൃത ന്യൂസ്, കൊച്ചി. കണ്ണൂർ മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. രാവിലെ മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, നവഗ്രഹ ഹോമം, രാഹുദോഷ നിവാരണ പൂജ എന്നിവ ഭക്തി ആദരവോടെ കൊണ്ടാടി. തുടർന്ന് കണ്ണൂർ മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി ദീപപ്രോജ്വലനം നടത്തി. ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യയുടെ കാർമ്മികത്വത്തിലായിരുന്നു രാഹുദോഷ നിവാരണ പൂജ. വർഷത്തിൽ 2 തവണ മാത്രം വരുന്ന നിഴലില്ലാ ദിന പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് കോഴിക്കോട് ജില്ല. കത്തുന്ന വെയിലത്ത് നിഴൽ അപ്രത്യക്ഷമാകുന്ന പ്രതിഭാസമാണ് ഇത്. കത്തി നിൽക്കുന്ന സൂര്യന് കീഴേ നിഴലില്ലാത്ത ദിവസം എന്താണെന്നല്ലേ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് അനുഭവപ്പെട്ട പ്രതിഭാസമാണിത്. നിഴലില്ലാത്ത ദിനം എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. സൂര്യൻ ഭൂമിയുടെ ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നും ഉത്തരായനഗോളത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ നിഴലില്ലാ അവസ്ഥ വരുന്നത്. സൂര്യൻ കൃത്യമായി തലയ്ക്ക് മുകളിൽ എത്തുന്നതുകൊണ്ട് നട്ടുച്ചയ്ക്ക് വസ്തുക്കളുടെ നിഴൽ ദൃശ്യമാകാതെ പോകുന്ന അപൂർവ ജ്യോതിശാസ്ത്ര പ്രതിഭാസമാണ് നിഴലില്ലാ ദിനം. സൂര്യന്റെ പരിക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് സൂര്യന് ചുറ്റും ഭൂമി ചുറ്റുന്ന സമയത്ത് ഭൂമിയുടെ അച്ചുതണ്ട് 23.5 ഡിഗ്രി ചരിഞ്ഞിട്ടാണ്. അതുകൊണ്ട് നമുക്ക് സൂര്യന്റെ സ്ഥാനം എപ്പോഴും അത് ഭൂമിയിൽ നോക്കുമ്പോൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഇത് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഒന്ന് ഏപ്രിൽ 19-നും പിന്നെ ഒന്ന് ഓഗസ്റ്റ് 24-നും. ഈ സമയത്ത് സൂര്യൻ നേരെ നമ്മുടെ 90 ഡിഗ്രി സെനിത്തിലായിരിക്കും ഈ ഉച്ചയ്ക്ക് 12:24. ആ സമയത്ത് സൂര്യപ്രകാശം കുത്തനെയുള്ള ഒരു ഓബ്ജക്റ്റിൻ്റെ മുകളിൽ പതിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് അതിൻ്റെ ബേസിലായിരിക്കും അതിൻ്റെ നിഴലുണ്ടാവുക. അപ്പം നമ്മൾ ഫലത്തിൽ അത് നിഴലില്ലാത്ത ഒരു ദിനമായിട്ടാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൽ ഏപ്രിൽ 11 മുതൽ 23 വരെയാണ് നിഴലില്ലാ ദിനങ്ങൾ അനുഭവപ്പെടുക. കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 12:20 നിഴൽ അപ്രത്യക്ഷമായ പ്രതിഭാസമുണ്ടായത്. കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ഈ പ്രതിഭാസം നേരിട്ടറിയാൻ വിദ്യാർത്ഥികൾക്ക് അധികൃതർ അവസരവും ഒരുക്കിയിരുന്നു. ദക്ഷിണാർദ്ധഗോളത്തിന് മുകളിൽ നിന്നും വടക്കോട്ട് സൂര്യൻ പോകുന്ന സമയമായതിനാൽ തിരുവനന്തപുരം മുതൽ വടക്കോട്ടാണ് ഇനി നിഴലില്ലാ ദിനം അനുഭവപ്പെടുക. അമൃത ന്യൂസ്, കോഴിക്കോട്. ചൂട് കനത്തതോടെ ടൂറിസം മേഖലയും പരിങ്ങലിലാണ്. അവധിക്കാലമായതോടെ ആലപ്പുഴയിലെ ഹൗസ് ബോട്ടുകൾക്ക് ഇത് സീസൺ കാലമായിരുന്നു. എന്നാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ചൂട് കൂടിയതോടെ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി. സീസൺ എത്തിയതോടെ വലിയ പ്രതീക്ഷയിലായിരുന്നു ആലപ്പുഴയിലെ ടൂറിസം മേഖല. ഹൗസ് ബോട്ടുകളും ശിക്കാരവള്ളങ്ങളും തേടി പുന്നമടയിലേക്ക് ടൂറിസ്റ്റുകളുടെ ഒഴുക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ബോട്ടുടമകൾക്ക് പക്ഷേ നിരാശയായിരുന്നു ഫലം. ചൂട് ക്രമാതീതമായി കൂടിയതോടെ പ്രതീക്ഷിച്ച രീതിയിലുള്ള തിരക്ക് പ്രകടമായില്ല. ഇതോടെ സീസൺ മുന്നിൽ കണ്ട് ഹൗസ് ബോട്ടുകളും വള്ളങ്ങളും പുതുക്കിപ്പണിത് കാത്തിരുന്ന ബോട്ടുടമകൾക്ക് വലിയ തിരിച്ചടിയായി. ഈ സമയത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ബോട്ടുകൾക്കും ഓട്ടം കിട്ടേണ്ട സമയമാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം, ഇവിടെ ഒരുമാതിരിപ്പെട്ട ബോട്ടുകളെല്ലാം ഇവിടെ തന്നെ ഇപ്പോൾ കിടക്കുകയാണ്. പകുതി കൂടുതൽ വള്ളങ്ങളും ഓട്ടമില്ലാതെ കിടക്കുന്ന സമയമാണ്. ഇപ്പോൾ സീസൺ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണ്. ഈ ഭയങ്കരമായിട്ടുള്ള ചൂട് കാരണമാണ് സാധാരണ വർഷങ്ങളിൽ ഉണ്ടാകുന്നതിനേക്കാളിൽ ഭയങ്കരമായിട്ടുള്ള ചൂടാണ് ഈ പ്രാവശ്യം അനുഭവപ്പെടുന്നത്. അതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. സീസണ് മുമ്പായിട്ട് എല്ലാവരും അവരവരുടെ ബോട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്ത് റിനോവേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്താണ് ഇടുന്നത്. സീസൺ ടൈമിൽ നല്ല രീതിയിൽ ചെയ്യാനായിട്ട്. അങ്ങനെ വരാൻ നേരത്ത് തന്നെ ഓരോ ആൾക്കാർക്കും ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു ഇത് മാനേജ് ചെയ്ത് പോകാനുള്ള അത്ര രീതിയിലുള്ള ഓട്ടം ഈ സമയത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിൽ ചൂട് കനത്തതോടെ എയർ കണ്ടീഷൻ ബോട്ടുകളാണ് പല ടൂറിസ്റ്റുകളും ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇത്തരം ബോട്ടുകളെക്കാൾ പരമ്പരാഗത ബോട്ടുകളാണ് ജില്ലയിൽ കൂടുതലായുള്ളത്. ഇതും ടൂറിസ്റ്റുകൾ എത്തുന്നതിൽ തിരിച്ചടിയായി. ഇതിനെല്ലാം പുറമെ പാചകവാതകത്തിൻ്റെ ലഭ്യതയിലുണ്ടായ കുറവും ടൂറിസം മേഖലയെ അലട്ടുന്നുണ്ട്. പാചകവാതകം മതിയായ അളവ് ലഭിക്കാതെ വന്നതും ടൂറിസം മേഖലയ്ക്ക് ഇരുട്ടടിയാവുകയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ.
സംസ്ഥാനത്തെ കനത്ത ചൂടിൽ നിന്ന് ഉൾക്കടലിലേക്ക് ഓടി ഒളിച്ചിരിക്കുകയാണ് മത്സ്യങ്ങളും. അയല, മത്തി തുടങ്ങിയ മത്സ്യങ്ങളെല്ലാം തന്നെ സംസ്ഥാനത്ത് കിട്ടാക്കനിയായ അവസ്ഥയുമാണ്. കപ്പൽച്ചാലിലേക്ക് ഇറങ്ങി മത്സ്യബന്ധനം നടത്തിയിട്ടും കാര്യമായി ഒന്നും കിട്ടാതെ മടങ്ങേണ്ട ദുരവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ. കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ മത്സ്യങ്ങൾ ആഴക്കടലിലേക്ക് പലായനം ചെയ്തു തുടങ്ങി. പതിവ് പോലെ മത്തിയും അയലയും ഉൾപ്പെടെ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഒരാഴ്ച വരെ കടലിൽ തങ്ങി ഒടുവിൽ നിരോധിത മേഖലയ്ക്ക് അടുത്തുവരെ നീങ്ങിയിട്ടും കാര്യമായി ഒന്നും ലഭിക്കാതെ മടങ്ങേണ്ട ദുരവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ. സാധാരണ 5 ദിവസമൊക്കെ നമ്മൾ കടലിൽ നിൽക്കുക. ഇപ്പോൾ 8 ദിവസവും 10 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഒരു 45 മാറ് 50 മാറിൽ പോയി മീൻ കാണാതെ നമ്മൾ 100, 150 മാറ് ഉള്ളിലോട്ട് പോയിട്ടാണ് കപ്പൽ ചാലിൽ പോയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ മീൻ പിടിച്ച് കൊണ്ടുവരുന്നത്. ഈ ചൂട് കാരണം മീൻ ഉള്ളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാരണം കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ തീരദേശത്ത്. 60 നോട്ടിക്കൽ മൈൽ ദൂരത്തിലധികം പോയി രാത്രിയിൽ ലൈറ്റ് ഉപയോഗിച്ച് മത്സ്യം പിടിക്കുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ കാര്യമായി മത്സ്യം ലഭിക്കുന്നത്. 1 ലക്ഷം രൂപയുടെ മത്സ്യം കിട്ടിയിരുന്നതിനു പകരം ഇപ്പോൾ 30,000, 40,000 രൂപയുടെ മത്സ്യമേ ലഭിക്കുന്നുള്ളൂ. 50 അടി മുതൽ 100 അടി വരെയുള്ള ബോട്ടുകളും പരമ്പരാഗത വള്ളങ്ങളുമാണ് പണിയില്ലാതെ നിലവിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇന്ധനക്ഷാമം ഉൾപ്പെടെ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കടം വാങ്ങി മത്സ്യബന്ധനത്തിനിറങ്ങുമ്പോൾ കടലും കൈവിടുന്ന അവസ്ഥയാണ്. 1 മാസം പിന്നിട്ടാൽ ട്രോളിംഗ് നിരോധനം കൂടി എത്തുമ്പോൾ എല്ലാ തരത്തിലും പട്ടിണിയാകുമെന്ന് ഉറപ്പാണ്. ചൂട് കൂടിയത് മത്സ്യബന്ധന മേഖലയെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. അയല, മത്തി ഉൾപ്പെടെയുള്ള മത്സ്യങ്ങൾ കിട്ടാനാവാത്ത അവസ്ഥയാണ്. 7 ദിവസത്തോളം കടലിൽ നിന്നിട്ടും നിരാശയായി മടങ്ങേണ്ട അവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഇതിനൊരു പരിഹാരം എങ്ങനെ ഉണ്ടാകുമെന്നുള്ള ആശങ്കയിലാണ് ഇവർ. ക്യാമറമാൻ KP ഷൈജുവിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. ചേർത്തലയ്ക്ക് പിന്നാലെ മലപ്പുറം അങ്ങാടിപ്പുറം തിരൂർക്കാടും വിഷു മന്തി പരസ്യ വിവാദം. അങ്ങാടിപ്പുറം പോരാടം പാലത്ത് പ്രവർത്തിക്കുന്ന യമാമ ഷവായ ഹോട്ടലാണ് മയിൽപ്പീലി ചൂടിയ കണ്ണൻ മന്തി പ്ലേറ്റിന് മുമ്പിലിരിക്കുന്ന ചിത്രം പങ്കുവച്ചത്. സംഭവത്തിൽ ഹിന്ദു ഐക്യവേദി പ്രതിഷേധം സംഘടിപ്പിച്ചു. ഹോട്ടൽ ഉടമകളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി ഇരട്ടയാറിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ യുവാവ് സുഹൃത്തിനെ കൊലപ്പെടുത്തി. ഇരട്ടയാർ വയലുങ്കൽ രാഹുൽ സണ്ണിയാണ് മരിച്ചത്. സുഹൃത്ത് സജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇനി കായിക വാർത്തകൾ നോക്കാം. IPL ഇന്ന് 2 മത്സരങ്ങളിൽ. ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. 3:30 കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. 7:30 ലക്നൗ സൂപ്പർ ജെയിൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പഞ്ചാബിലെ PCA സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.